ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്ന് വീണു. അവധി ദിവസമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അതേസമയം പഴയ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തില്ല. എന്തായിരുന്നു കെട്ടിടത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നോക്കി തന്നെയാണോ ഫിറ്റ്നസ് നൽകായിരുന്നത്? അതുകൊണ്ട് അവസ്ഥയിലുള്ള കെട്ടിടമാണെന്നുള്ള കാര്യം പഞ്ചായത്ത് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഫിറ്റ്നസ് അനുവദിച്ചിരുന്നില്ല. ഇല്ല, പഞ്ചായത്തിന്റെ ശ്രദ്ധ വന്നിട്ടില്ല. പഞ്ചായത്ത് ഇവിടെ ക്ലാസ് നടന്നിട്ടുണ്ടോ എന്ന് എടുക്കാൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. മേൽക്കൂര തകർന്ന കെട്ടിടത്തിൽ അവിടെ ക്ലാസ് നടന്നിരുന്നുവെന്ന് കുട്ടികളും പറഞ്ഞു. ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അതായിരുന്നു സത്യം? അല്ല, എല്ലാ ദിവസവും ഇവിടെ തന്നെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. നിങ്ങളൊക്കെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഒരു കാര്യം, ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ചോരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ മുമ്പ്? ചോരുന്ന ക്ലാസ് മുറികളായിരുന്നോ? അപ്പോൾ അത് മഴ പെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ ചെയ്യുക? ബെഞ്ച് നീക്കിയിട്ടിരിക്കും. മഴ പെയ്യുന്ന ഭാഗത്തുനിന്ന് ബെഞ്ച് മാറ്റിയിട്ടേക്കും അല്ലേ? എന്നാൽ കെട്ടിടത്തിൽ ക്ലാസ് നടന്നിരുന്നില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനാധ്യാപകൻ. ക്ലാസ് നടക്കുന്നില്ല. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമായതുകൊണ്ട് അതിൽ ക്ലാസ് നമ്മൾ നടത്തുന്നില്ല. അത് നമുക്ക് അൺഫിറ്റായിട്ട് പഞ്ചായത്ത് തന്നതിന് ശേഷം നമ്മൾ ഈ ക്ലാസ് മുറികളൊന്നും തന്നെ ഫംഗ്ഷൻ ചെയ്തിട്ടില്ല. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ അതായത് ടെമ്പററി ഷെഡുകളാണ് നമ്മൾ ക്ലിയർ ചെയ്തത്. ഫിറ്റ്നസ് ആ ടെമ്പററി ഷെഡുകൾക്കാണ് താൽക്കാലിക ഫിറ്റ്നസ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര മാസമായിട്ട് അപ്പോൾ ഇങ്ങനെ ഷെഡിൽ ക്ലാസ് നടക്കുന്നുണ്ട്? 2-3 വർഷമാകുന്നു. 2 വർഷമായിട്ട് ഈ ഷെഡിലാണ് ക്ലാസ് നടക്കുന്നത്. സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. പ്രതിഷേധമുയർത്തി കോൺഗ്രസ് BJP പ്രവർത്തകർ രംഗത്തെത്തി. ഇതിനിടെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ കളക്ടർ നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്നും ദേവൻ MP ആണ് ചേരുന്നത്. ദേവൻ, എന്തായാലും വലിയ തരത്തിലുള്ള അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നിപ്പോൾ ഈ ഒരു മേൽക്കൂര തകർന്നു വീണു. എന്തോ ഭാഗ്യം കൊണ്ട് ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്, കുട്ടികളൊന്നും അവിടേക്ക് എത്തിയിരുന്നില്ല. ആ കുട്ടിയുടെ വാക്കുകളിലുണ്ട് അവിടെ ക്ലാസ് നടന്നിരുന്നു എന്നുള്ളത്. എന്നാൽ പ്രധാന അധ്യാപകൻ ഇത് നിഷേധിക്കുകയും ചെയ്യുന്നു. വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. നിലവിൽ അവിടെ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, ഇന്ന് രാവിലെയാണ് ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂൾ കനത്ത മഴയെ തുടർന്ന് സ്കൂൾ കെട്ടിടത്തിന്റെ പ്രധാന കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ ആ ഒരു മേൽക്കൂരയുടെ ഭാഗം തകർന്നു വീഴുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ സ്കൂൾ പ്രവൃത്തി ദിവസമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലതിനാൽ അതൊരു വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം നമ്മൾ ആദ്യം ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ ക്ലാസ് മുറികൾ നടന്നിരുന്നില്ല, ഈ പഞ്ചായത്ത് ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ക്ലാസ് മുറികൾ നടന്നിരുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രധാന അധ്യാപകനായിട്ടുള്ള ബിജു KS നമ്മളോട് പറഞ്ഞത്. പക്ഷേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന 4ാം ക്ലാസ്സിലെ കുട്ടി തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെയും അവിടെ തന്നെയായിരുന്നു ക്ലാസ്സുകൾ നടന്നിരുന്നത്. മഴയുള്ള സമയങ്ങളിലും എല്ലാം തന്നെ അവിടെയാണ് ക്ലാസ് നടക്കുന്നത്. ചോർന്നൊലിക്കുന്ന സമയങ്ങളിൽ ബെഞ്ച് നീക്കിയിട്ട ശേഷമാണ് അവിടെ ക്ലാസ്സുകൾ നടത്തിയെന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നേരം സംഭവം നടന്ന ശേഷം ഈ പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസും BJPയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നു. പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകാതിരുന്നിട്ടും ഇവിടെ ക്ലാസ്സുകൾ നടത്തിയതിനെതിരെയാണ് ഈ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് അതിനുശേഷം CPM പ്രവർത്തകരും വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂളിനും സംരക്ഷണം നൽകിക്കൊണ്ട് മുദ്രാവാക്യ വിളികളുമായി സ്കൂളിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഏറെ നേരം ഈ 3 പാർട്ടികളും ഈ സ്കൂളിന് മുന്നിൽ തന്നെ തടിച്ചു നിന്നതുകൊണ്ട് വലിയൊരു സംഘർഷാവസ്ഥ സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടുകൊണ്ടാണ് വലിയ സംഘർഷാവസ്ഥകളിലേക്ക് കാര്യങ്ങൾ പോകാതെ കാത്തു സൂക്ഷിച്ചത്. അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ തകർന്നു വീണ കെട്ടിടം എന്ന് പറയുന്നത് ഏകദേശം 100 വർഷമായി ഉള്ള ഒരു കെട്ടിടം തന്നെയാണ്. സ്കൂളിലെ ഒരു പഴയ കെട്ടിടം തന്നെയാണ്. എന്നാൽ ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നേരത്തെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കെട്ടിടത്തിന്റെ നിർമ്മാണമെല്ലാം പൂർത്തിയാക്കിയിരുന്നെങ്കിലും അവിടെ ഈ വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറാതിരുന്നതെന്നാണ് അധ്യാപകരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ അപകടം നടന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഈ ക്ലാസ് മുറികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതി ഇല്ലാത്തതിനാൽ ഒരു താൽക്കാലികമായി ലൈൻ വലിച്ചുകൊണ്ട് നാളെ മുതൽ ക്ലാസുകൾ ഇവിടെ നടത്തണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ നിർദ്ദേശം വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും പ്രാദേശികമായി ഉണ്ടായിരുന്ന CPMന്റെ നേതാക്കളും എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് ഈ ബെഞ്ചും ഡെസ്കും എല്ലാം തന്നെ ഇപ്പോൾ പുതിയ ക്ലാസ് മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നാളെ മുതൽ ഈ ക്ലാസ് മുറിയിലായിരിക്കും ക്ലാസുകൾ നടക്കുക. ഇനി മുതൽ ഈ പഴയ കെട്ടിടത്തിലേക്ക് ഈ കുട്ടികൾ പ്രവേശിക്കാതിരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അവിടെ പൂർണ്ണമായും കുട്ടികൾ കയറാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവിടെ കയർ കെട്ടി തിരിക്കാനുള്ള നിർദ്ദേശമെല്ലാം തന്നെ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ വിശദമായൊരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കളും എല്ലാവരും തന്നെ പറയുന്നത്. കാരണം ഈ ഫിറ്റ്നസ് ഇല്ലാതിരുന്നിട്ടും ഈ എന്തുകൊണ്ടാണ് ഈ ക്ലാസ് മുറികൾ അവിടെ തന്നെ തുടർന്നത് എന്നുള്ളൊരു ചോദ്യം
ബാക്കിയാവുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 4ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചിരുന്ന ക്ലാസ് മുറിയാണ് അവിടെ. ഈ സംഭവം നടന്ന ഈ ക്ലാസ് മുറി എന്ന് പറയുന്നത് 4B ആണ്. അവിടെ മാത്രം ഏകദേശം 25ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് എന്തായാലും വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. എന്തായാലും ഇത്രയും വലിയ അപകടം ഉണ്ടായ സ്ഥിതിക്ക് ഇനി അധികൃതരുടെ കണ്ണു തുറക്കും ഇക്കാര്യത്തിൽ എന്ന് പ്രതീക്ഷിക്കാം.